ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. പ്രേക്ഷകനെ വട്ടാക്കുന്നുണ്ടോ? വട്ടാക്കിയിട്ട് അത് കൺവേ ചെയ്യുന്നുണ്ട്. അതാ രസം. ത്രില്ലിംഗ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. തുടക്കത്തിൽ അവസാന ടെൻഷനാണ്, ഒരു കോമഡി ഇല്ല. എനിക്ക് നിന്നെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല, ബട്ട് യു ഹാവ് ടു ട്രസ്റ്റ് മീ. സൈക്കോ ത്രില്ലർ ക്യാരക്ടർ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, എന്താണ് അത്? ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് കിളി പോകുന്നൊരു അവസ്ഥയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നോ? കുറച്ച് ലാസ്റ്റ് ആയിപ്പോ ടിസ്റ്റ് ഉണ്ടോ? അല്ല, ടിസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കാണുക. ടിസ്റ്റ് ഉണ്ട്, പക്ഷെ അത് പറഞ്ഞ ടിസ്റ്റ് പോകുമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു പടം? ഓഫ്കോഴ്സ് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ത്രില്ലർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിലേക്കൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടം. അന്നയായിട്ട് റൊമാൻറ്റിക് ചെയ്യാത്ത സങ്കടമൊന്നുമില്ല. ഞാൻ DNA ഞങ്ങൾ റൊമാൻസ് ചെയ്തു, പക്ഷെ ഇച്ചിരി കടുത്ത് പോയോ എന്നൊരു സംശയം എന്നോടില്ലാത്തൊരു ഇത്. നമ്മുടെ ഹന്ന റജി ഘോഷിയും കലേഷും പ്രധാന കഥാപാത്രമായി എത്തിയ ഫേസസിന്റെ പ്രേക്ഷക പ്രതികരണം തേടാം. ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായോ? ടെൻഷനാണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. അതുപോലെയല്ല അതിലുള്ള മ്യൂസിക്കൊക്കെ ആദ്യം മുതൽ അവസാനം വരെ മ്യൂസിക്കും ലാസ്റ്റത്തെ ഇംഗ്ലീഷ് നല്ല പാട്ട്, അത് നല്ല പാട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണുന്ന അതേ ഫേസിൽ തന്നെയാണ് വേറെ എല്ലാവരും കാണുന്നത്. ഇപ്പോൾ ശരിക്കും ടോട്ടലി നമുക്ക് കൺഫ്യൂസ് ആവും. അപ്പോൾ ആ കൺഫ്യൂഷൻ അടുപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അത് നമുക്ക് കൺവേ ചെയ്യാനും. പ്രേക്ഷകനെ വട്ടാക്കുന്നുണ്ടോ? വട്ടാക്കിയിട്ട് അത് കൺവേ ചെയ്യുന്നുണ്ട്. അതാ രസം. അത് വട്ടാക്കി അത് കൺവേ ചെയ്ത് അത് ആളുടെ മിടുക്ക് തന്നെയാണ്. അതൊന്നും പറയാനില്ല. പിന്നെ അത് അഭിനയിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആക്ടേഴ്സിൻ്റെ തീർച്ചയായിട്ടും അവരുടെ കയ്യിലത് ഭദ്രമായിരുന്നു തന്നെ ഇവിടെ പറയാം. ശരിക്കും ഒരു നല്ലൊരു സംഭവം തന്നെയായിരുന്നു. ഒരു വെറൈറ്റി ക്ലൈമാക്സ് പൊളിച്ചു. ആദ്യത്തെ സംവിധാന സംരംഭം എങ്ങനെയുണ്ട്? അതാ ഞാൻ സംസാരിക്കുന്നത്. വളരെ നന്നായിരുന്നു. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം, ഒരു ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ് സിനിമ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ. അത് കൃത്യമായിട്ട് ആളത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല മൂവി. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് പെട്ടെന്നൊരു ട്വിസ്റ്റ് പോലെ ആയിപ്പോയി. ഓക്കെ, നമ്മൾ അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുവോ കഥയിലൂടെ? ഒരു പ്രത്യേക ഒരു ഇതിനകത്ത് പോകുന്നുണ്ട്. അവസാനം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവസാനം നല്ല കൊള്ളാം. നല്ല എല്ലാം അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സസ്പെൻഷൻ പിടിച്ചു നിർത്തിയത് ത്രില്ലിംഗ്, ഭയങ്കര ത്രില്ലിംഗ് തന്നെയാണ്. കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളെങ്കിലും നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കുക, സൂപ്പറായിട്ട് കണ്ടിരിക്കുക. ഒരു അടിപൊളിയായ ത്രില്ലർ, ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇരുന്ന് കണ്ടുപോകും. നല്ല രസമുണ്ട്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. ഒക്കെ പുതുമുഖങ്ങളാണ്, നല്ല അടിപൊളി ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹന്ന റജി ഘോഷിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നായിക? അടിപൊളി, ഭയങ്കരമായിട്ട് നല്ല അഭിനയം അഭിനയിച്ചിട്ടുണ്ട്. നായകനോ? നല്ല സൂപ്പറായിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. നമ്മൾ പല സിനിമകളും കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും ഇത് അങ്ങനെ ആയിരിക്കും. നമ്മൾ തന്നെ ഓരോ കഥ ഇങ്ങനെ മെനയും. അതുപോലെ അതിന് പറ്റിയൊരു ടൈറ്റിൽ തന്നെയാണ്, പല മുഖങ്ങളായിട്ട് വരുന്ന നല്ല അടിപൊളി സിനിമ. ഒരു കുഴപ്പമായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ തുടക്കത്തിൽ അവസാന ടെൻഷനാണ്, ഒരു കോമഡി ഇല്ല. എല്ലാം കൂടി ചേർന്നാണ് ഒരു മൂവി എന്ന് പറയുന്നത്. കോമഡി വേണം, റൊമാൻസ് വേണം, ആക്ഷൻ വേണം, മറ്റേ സസ്പെൻസ് വേണം. ഇതിന് സസ്പെൻസ് തന്നെയാണ് ആദ്യമുള്ള അവസാനം വരെ. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം പിടിച്ചേക്കണം. പടം കണ്ടു. ഞാൻ ഈ സിനിമയിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. ഹന്നയുടെ ഫ്രണ്ടായിട്ടാണ് ചെയ്തത്. അതിനേക്കാൾ ഉപരി ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഓഫ്കോഴ്സ് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ത്രില്ലർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിലേക്കൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടം. പടം കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാഫാണ് കണ്ടത്. ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് കിളി പോകുന്നൊരു അവസ്ഥയാണ്. ഇത് ഷൂട്ട് ചെയ്ത സമയത്താണെങ്കിലും സോങ് ഷൂട്ട് അങ്ങനെ കുറച്ച് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആണെങ്കിൽ പോലും ഇവരാരും എൻ്റെ അടുത്ത് ഈ സ്റ്റോറിയോ കാര്യങ്ങളോ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോയ്ക്ക് വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. ആൻഡ് നീലശേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതുപോലെ കലേശേട്ടൻ മൾട്ടിപ്പിൾ ഫേസസ് ആയിട്ടാണ് ഇതിലെത്തുന്നത്. സോ ഹന്ന ആണെങ്കിലും ലീഡ് ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഹന്നയുടെ ആണെങ്കിൽ പോലും ഒരു ഭയങ്കര ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. സോ കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും തിയേറ്ററിൽ തന്നെ കാണുക. കലേശേട്ടൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ മൂവി മിസ് ചെയ്യരുത്. കാരണം ഇപ്പം സെൽവ എന്ന ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ജ്ഞാപകം ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും പെർട്ടിക്കുലർ ഒരു ക്യാരക്ടർ മാത്രമാണ് നമ്മൾ കലേശേട്ടനെ കണ്ടത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ചുറ്റിനും കാണുന്ന ഓരോ മുഖത്തിലും നമുക്ക് കലേശേട്ടനെ കാണാൻ പറ്റും. സോ ഡെഫിനറ്റ് ആയിട്ടും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. അഷ്കർക്ക് പടം എങ്ങനെയുണ്ടായിരുന്നു? ഉറ്റ സുഹൃത്താണ് ഹന്ന റജി ഘോഷിയാണ് അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സിനിമ നന്നായിട്ട് നല്ല മൂവിയാണ്. കാരണം ഹന്ന റജി ഘോഷി ലീഡ് ചെയ്യുന്ന ഒരു ഹീറോയിൻ ഓറിയന്റഡ് മൂവിയാണിത്. ഇതിലും ഹീറോയ്ക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പക്ഷേ അന്ന നന്നായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അന്നയ്ക്ക് ലീഡ് ചെയ്യാൻ പറ്റിയൊരു പ്രത്യേകതരം അന്ന പെർഫോം ചെയ്ത സൈക്കോ ത്രില്ലർ ക്യാരക്ടർ ഞാൻ ഞെട്ടിപ്പോയി. അന്ന ഇങ്ങനെയൊക്കെ ചെയ്യുമോ, എന്താണ് അത്? ഡയറക്ടറുടെ ഇതാണ്. അദ്ദേഹത്തിന് ആ ഒരു കഴിവും ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ കഥയ്ക്ക് വേണ്ട ക്യാരക്ടറാണ് അന്നേനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ ടീമും അംഗങ്ങളും എല്ലാം നന്നായി. നല്ല റിപ്പോർട്ടുണ്ട് ഫിലിമിന്. ഗോപി സുന്ദറാണ് മ്യൂസിക്, നല്ല സോങ്ങാണ്.
ബാക്കി എല്ലാവരും സിനിമ കാണുക, എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിനു വേണ്ടി വന്നിരുന്ന സിനിമ കണ്ട് സന്തോഷമായിരിക്കുന്നു. അന്നയായിട്ട് റൊമാൻറ്റിക് ചെയ്യാത്തതിൽ സങ്കടമുണ്ടോ? അന്നയായിട്ട് റൊമാൻറ്റിക് ചെയ്യാത്ത സങ്കടമൊന്നുമില്ല. ഞാൻ DNA ഞങ്ങൾ റൊമാൻസ് ചെയ്തു, പക്ഷെ ഇച്ചിരി കടുത്ത് പോയോ എന്നൊരു സംശയം എന്നോടില്ലാത്തൊരു ഇത്. നമ്മുടെ അങ്ങനെയല്ല, ചുമ്മാ തമാശ പറയാം. അപ്പോൾ ഇതിൽ നല്ല റൊമാൻറ്റിക് സീനുണ്ടാണ്. ആ സോങ്ങിന് പറ്റിയ കഥാപാത്രമല്ല. നമ്മുടെ സോങ്ങിൽ ഇന്ന നായകൻ നമ്മളോട് റൊമാൻറ്റിക് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കഥാപാത്രം നന്നായിട്ട് ഹന്നയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ കോ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കര. ഞാനെല്ലാം മിക്ക സിനിമകളിലും വരുന്നതാണ്. അപ്പം നീലേഷ് എൻ്റെ നല്ല സുഹൃത്താണ്, ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്, അതിൻ്റെ ടീം അംഗങ്ങൾ എൻ്റെ സുഹൃത്താണ്, എന്നെ എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഞാൻ ഒന്ന് കണ്ടു, അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളെല്ലാ സിനിമയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. വിളിച്ചാൽ വരും കേട്ടോ, നമ്മൾ അത്രയേ ഉള്ളൂ. ഓക്കെ, പ്രേക്ഷകരോട് എല്ലാവരും ഫേസസ് സിനിമ കാണുക, എല്ലാ ഫേസസ് സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ സിനിമകളും ഇപ്പോൾ സംഭവം റിലീസായി നല്ല റിവ്യൂ ഉണ്ട്. മറ്റു സിനിമകൾ ശേഷം എല്ലാ സിനിമകളും നല്ല റിവ്യൂ ഉണ്ട്. എല്ലാ സിനിമകളും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സിനിമ ഒരു വലിയ സംഭവമാക്കി മാറ്റുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഹന്നയുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടു? ഭയങ്കര വട്ട് പിടിച്ചോ കണ്ടില്ല? നല്ലതായിരുന്നു. അല്ല, ഭയങ്കര സന്തോഷമാണ്. ആൾക്കാരിപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും നല്ല റെസ്പോൺസാണ് തരുന്നത്. എല്ലാവരും ആ ഒരു ക്ലൈമാക്സിന്റെ ഒരു ഇതിലാണ് എല്ലാവരും. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഫേസ്? ഇഷ്ടമായി. ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നോ? കുറച്ച് ലാസ്റ്റ് ആയിപ്പ. എങ്ങനെയുണ്ടായിരുന്നു ക്ലൈമാക്സ് ഒക്കെ? കൊള്ളാം. നല്ല സിനിമ ആയിരുന്നു, അടിപൊളി സിനിമ. നമ്മൾ അന്ന ഋതിക് ഘോഷ് ആയാലും നല്ല പെർഫോം ചെയ്തു. കൊള്ളാം, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. മൊത്തത്തില് ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ വിചാരിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണോ? എങ്ങനെയാണ്? ടിസ്റ്റ് ഉണ്ടോ? അല്ല, ടിസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കാണുക. ടിസ്റ്റ് ഉണ്ട്, പക്ഷെ അത് പറഞ്ഞ് ടിസ്റ്റ് പോകുമല്ലോ. സോ കണ്ട് എല്ലാവരും അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ ഉണ്ടോ? ഫേസസ് എങ്ങനെയുണ്ടായിരുന്നു പടം? ഹന്ന ചേച്ചിയുടെ അഭിനയം എങ്ങനെയുണ്ടായി? നമ്മളിങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തിക്കോ? ഇങ്ങനെ അടുത്ത എന്താണ് അങ്ങനെ തോന്നുമോ? ഇഷ്ടായോ? സൂപ്പറാന്ന് പറഞ്ഞു. കണ്ടോ പടം? കണ്ടോ പടം എങ്ങനെ ഇഷ്ടായോ? എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? പേടിയായോ എന്തെങ്കിലും കണ്ടിട്ട്? അധികം പേടിയൊന്നും തോന്നില്ല. എന്റെ അച്ഛനാണ് ഡയറക്ടർ. ആണോ? നീലേഷ് ചേട്ടൻ. അച്ഛന്റെ ഡയറക്ടർ എങ്ങനെയുണ്ട്? ഡയറക്ടോറിയൽ മൂവി ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. എന്റെ മൈൻഡിൽ ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ് സിനിമ അതാണ്. ഇത് ഫേസസ്. അച്ഛനോട് അച്ഛന്റെ സിനിമ കാണാൻ പ്രേക്ഷകരോടൊക്കെ ഒന്ന് പറഞ്ഞേ. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും വന്ന് കാണണമെന്ന് പറഞ്ഞ് സ്കൂളിലൊക്കെ ഞാൻ പറയാറുണ്ട്. അച്ഛനൊരു ഡയറക്ടറാന്ന് പറയുമ്പോൾ സന്തോഷമുണ്ടോ? മോന്റെ പേരെന്താ? പാർത്ഥിവ്. എത്രയല്ല പഠിക്കുന്നേ? 2ല്. ഇങ്ങനെ സിനിമയൊക്കെ ഇഷ്ടമാണോ? ഡയറക്ഷൻ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ ഭാവിയില്? ഇഷ്ടം. എന്തായിരുന്നു ഫേസസ്? കണ്ടോ? നല്ലായിരുന്നു. പിന്നെ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കൂട്ടുകാരോടൊക്കെ എന്താ പറയാനുള്ളത് ഈ പടം കണ്ടിട്ട്? പടം കാണാൻ നല്ല പടമാണ്, കണ്ടിരിക്കണം, സപ്പോർട്ട് ചെയ്യണം.